KSU നേതാവ് അലോഷ്യസ് സേവ്യറിനെ കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും കാട്ടിയില്ലെന്ന പരാതി ഇനി KSUക്കാർ പറയരുത്. മുന്നിൽ വന്നു നിന്നുമെങ്കിലും മുഖ്യമന്ത്രി കാണാത്തതാണ്. അല്ലാതെ മുഖ്യമന്ത്രി മനഃപൂർവ്വം അവഗണിച്ചതോ നുണ പറഞ്ഞതോ അല്ല. എല്ലാം പറഞ്ഞു തീർത്തിരിക്കുന്നു. KSUക്കാർ പിരിഞ്ഞു പോകേണ്ടതാണ്. രാവിലെ മുതൽ നിന്നെ അന്വേഷിച്ച് കേറി ഇറങ്ങാൻ ഒരു ബസ്സില്ല. ഞാൻ കണ്ടു, ഞാൻ നിന്നെ വിളിച്ചു. നീ ഉറക്കെ വിളിക്കാൻ വിളിച്ചെന്റെ തൊണ്ട പൊട്ടി. നീ അല്ലേ ആള് നന്ദു നന്ദു എന്ന് പെതുക്കെ വിളിച്ചാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഞാൻ ഇറങ്ങി വന്നിട്ട് 2:50 തേവര കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. 3 മണിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗാണ്, റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം. 2:50 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്ക് കൃത്യം എത്തുള്ളൂ. ഞാൻ ഏറ്റവും വേഗത്തിൽ, വളരെ വേഗത്തിൽ നടന്ന് വണ്ടിയിൽ കയറി അവിടെ എത്തുകയായിരുന്നു. KSU പ്രസിഡൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡൻ്റായിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്. ഞാൻ പിന്നീടാണ് കാണുന്നത്. ഞാൻ വിളിച്ച നീ കേട്ടില്ലേ? ഇല്ല, എനിക്ക് അപ്പോഴേ തോന്നി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന പല ചർച്ചകളും എന്ന് പറയുന്നത് ഇതിനെല്ലാം കോൺഗ്രസിൻ്റെ എന്തോ ഇന്നർ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ സർക്കാരിനെതിരെ KSU ഉന്നയിക്കുന്നു എന്ന തരത്തിലേക്ക്, അത്തരത്തിലേക്കൊന്നും പോകേണ്ട യാതൊരു സാഹചര്യവും ഇതിൽ നിലവിലില്ല. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും അല്ലേ ഒരു മൈൻഡാക്കിയില്ല. അതവിടെ പറഞ്ഞു. ഒരു കണക്കിന് നന്നായി. കാരണം അതിൽ ഏറ്റവും സന്തോഷിക്കുക കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും. തേവര കോളേജിൽ നിന്നും ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സദസ്സിലുള്ള KSU പ്രസിഡന്റിൻ്റെ മുഖത്ത് മുഖ്യമന്ത്രി നോക്കിയിരുന്നെങ്കിലും സംസാരിച്ചിരുന്നെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമായി മാറുമോ എന്ന ഭയം ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്. അപ്പോൾ അത് ഒഴിവായി കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുക, മുഖത്ത് നോക്കാത്തതിൽ ഏറ്റവും സന്തോഷിക്കുക ശ്രീ രമേശ് ചെന്നിത്തലയായിരിക്കും. മുഖ്യമന്ത്രിയെ കണ്ടു, KSUവിനുള്ള പരാതി കേട്ടു. അലോഷ്യസ് സേവ്യർ ഹാപ്പി. മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ തന്നെ പൊന്നൊരുക്കുന്നിടത്ത് KSUവിന് എന്തു കാര്യം? സാറേ, പത്തനംതിട്ട യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ജോബി കുരുവിള പുറത്തു വന്ന് നിപ്പുണ്ട്. എന്തായാലും പാർട്ടിയുടെ യൂത്ത് വിങ്ങിന് സാറിനെ കുറിച്ച് ഭയങ്കര മതിപ്പാ. അല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. KSU കോൺഗ്രസിൻ്റെ മായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വന്ന് സംസാരിച്ചു. അവർ പറയുന്ന പരാതികൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടു. ജോബി, നമസ്കാരം സാർ. കാലം കുറെ ആയല്ലോ കണ്ടിട്ട്. സുഖമാണോ? പിന്നെ സുഖമാണ് സാർ. സാർ, സാറാണ് ഞങ്ങളുടെ യുവാക്കളുടെ ഒരു ഇൻസ്പിറേഷൻ. ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ക്ഷമാപൂർവം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേട്ടു. അതിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് അതിന്റെ കാരണം എന്ന് അവരോട് വിശദീകരിച്ചു. ഞങ്ങൾക്ക് അതിൽ മുഖ്യമന്ത്രി പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം അത് ക്ഷമാപൂർവ്വം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം KSU സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കുന്ന ഞങ്ങൾക്കൊരു ബോധ്യമുണ്ടെന്ന്. സാറാണ് സാറേ ഞങ്ങളുടെ സാറ്. സാറാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കിങ് മേക്കർ. ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സർക്കാരാണ്, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. എൻ്റെ കാര്യം കൂടെ സാറൊന്ന് ഹൈക്കമാൻഡിൽ പുഷ് ചെയ്യണം. ജോബി മോൻ ധൈര്യമായിട്ട് ചെല്ലും, ഞാൻ പുഷ് ചെയ്യാം കേട്ടോ. തള്ളി തരും. പിന്നെ നിങ്ങൾ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും വന്ന് എന്നെ കാണാം, അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ഒരു ഫാമിലി അല്ലേ KSUവും അല്ലെങ്കിൽ കോൺഗ്രസും, അല്ലെങ്കിൽ ഈ സർക്കാർ ഞങ്ങളുടെ കൂടി സർക്കാരല്ലേ. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കില്ലോ സാർ. ആലപ്പുഴയിൽ നടന്ന VS അനുസ്മരണത്തിൽ പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞ കാര്യം ഒന്നായിരുന്നു. പാർട്ടിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ VS ഉണ്ടായിരുന്നെങ്കിൽ എന്തോ കുത്തി പറയുന്നത് പോലെ ചിലപ്പോൾ തോന്നിയതായിരിക്കാം. നല്ല സഖാവിന് പൂപ്പലണിഞ്ഞൊരു മനസ്സില്ല. എങ്ങനെയാണ് പോരാടുക പ്രതിപക്ഷത്തിരുന്ന് VS നമ്മളെ കാണിച്ചു തന്നത്. അന്നൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് UDF അസംതൃപ്തരായാൽ ഉറപ്പ് ഇപ്പുറത്തോട്ട് പോരും. നമ്മൾ ഭരിക്കുമ്പോ നമ്മോട് എന്തെങ്കിലും ഗർവ് തോന്നിയാലോ അപ്പുറത്തേക്ക് പോകും. ഇനി അങ്ങനെ ആവണമെന്നില്ല. ഇവിടെ 3 സീറ്റ് നിയമസഭയിൽ ആദ്യമായി ചേടിക്കുന്ന BJP അവരുയർത്തുന്ന വെല്ലുവിളിയുണ്ട്. ഈ അതൃപ്തി അങ്ങോട്ടല്ല നമ്മോടൊപ്പം വരണം. അവർ ശ്രമിക്കുന്നത്
സാമുദായിക സംഘടനകള്, ശക്തികള് സാമുദായികമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഏകോപിപ്പിക്കാനാണ്. VS-ന്റെ കാലത്ത് നടന്നിട്ടില്ലല്ലോ. ഒരു മടിയില്ലാതെ സമുദായ നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിൽ മൈക്ക് കെട്ടി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഭൂമികലൊക്കെ ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോ ഈ കാര്യങ്ങള് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആലപ്പുഴയിലെ വർഗവഞ്ചകരെ നേരിടാൻ VS ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ് സജി ചെറിയാനും. പാർട്ടി വിട്ടവരെ മാത്രമല്ല, പാർട്ടിയിലുള്ളവരെ കൂടി ടാഗ് ചെയ്യുകയാണ് സജി ചെറിയാൻ. ആ VS ഇന്നുണ്ടായിരുന്നെങ്കിൽ വഞ്ചകന്മാരോട് എങ്ങനായിരിക്കും സമീപനം സ്വീകരിക്കുന്നെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ വഞ്ചകന്മാരുടെ മുഖത്ത് നോക്കി ധിക്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന VS-ന്റെ അഭാവം ആലപ്പുഴയിലെ കേരളത്തിലെ പാർട്ടിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരം വഞ്ചകന്മാരെ, ഒറ്റുകാരെ ചൂണ്ടിക്കാണിച്ച തൊഴിലാളി പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ സഖാവ് VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയായിരുന്നു. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.